അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഞങ്ങൾ 2-3 ദിവസത്തെ ബ്രേക്കപ്പ് അല്ല ബ്രേക്കിന് ഇതാ ഞങ്ങൾ പുതിയ വീഡിയോ തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പൊക്കെ അങ്ങനെ കഴിയാനായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ അല്ലേ, ലാമിക്ക് ട്രെയിൻ കയറാൻ ഭയങ്കര യാത്ര. അപ്പോൾ ലാമിനെ കൂട്ടിങ്ങാണ്ട് ആദ്യത്തെ ഒരു ട്രെയിൻ യാത്ര. ക്യാമറമാൻ നെച്ചിക്കാടൻ ബാബക്കാക്കു ബാക്കി. അപ്പോൾ ലാമി ആദ്യമായിട്ടാണോ ട്രെയിനിൽ കയറുന്നത്? ബാബ കാറ്റക്ക് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ കണ്ണൂർ വരെ പോയി. കണ്ണൂർ വരെ പോകുകയാണ് ട്രെയിനിൽ. അപ്പോൾ നമ്മൾ കണ്ണൂർ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. കേട്ടിട്ടില്ലേ, ഇവിടെ കുറേ ആൾക്കാരുണ്ട് നമ്മളൊപ്പം വരുന്നത്. പിന്നെ സിനിമാ നടൻ ബാലിച്ചേട്ടനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കണ്ണൂരിലൊക്കെ കമന്റ്. അപ്പോൾ കണ്ണൂർ ഫാൻസ് ഒക്കെ ഈ വീഡിയോക്ക് കമന്റ് അടിച്ചു. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. തിരുവനന്തപുരം മംഗലാപുരം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഗാഡി സംഖ്യ 16 प्लेटफॉर्म क्रमांक 4 पर आएगी. For the kind attention of passengers, train number 16. നോമ്പില്ലാത്ത പാവ നിങ്ങളെ കൂട്ടത്തിൽ നോമ്പാക്കാത്ത നോമ്പ് കള്ളുണ്ടെങ്കിലും കമന്റ് ചെയ്യും. പായപൂരി ഇന്നാക്കാം വരും. ഹായ്, നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവും വൺവിനെ കുറിച്ച്. അപ്പൊ ഇതിന്റെ സ്പോൺസർ പറയുന്നത് എക്സ്പാർക്ക് ടീമാണ്. ഇതിന്റെ സ്പോൺസേഴ്സ് പറഞ്ഞത് ഈ ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര എന്റർടൈൻമെന്റും അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസും ഇതിലുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഫ്രണ്ടിന്റെ വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ എന്റെ ഫേവറേറ്റ് പറയുന്നത് ലക്കി ജെറ്റ് ആണ്. നിങ്ങൾക്ക് ജെറ്റ് ഓടിക്കാൻ അറിയാം. അപ്പൊ ഞാൻ ഇതെങ്ങനെ കളിക്കാൻ ഞാൻ കാട്ടി. അപ്പൊ ഇതാ ഞാൻ ഇതിൽ 500 ഡയമണ്ടിനെ വെച്ചിട്ട് എന്റെ പൈലറ്റ് ടേക്ക് ഓഫ് ആയി. ഇപ്പോഴും എന്റെ ജെറ്റ് മുകളിലാണ്. അപ്പൊ ഇതാ ഇതുപോലത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഗെയിംസ് ഒക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് ഇതിന്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യും. പിന്നെ എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബോണസും കിട്ടും. അപ്പൊ ഇനി എന്താ വെയിറ്റ് ചെയ്യണേ, എല്ലാവരും പ്ലേ ചെയ്ത് നോക്കാം. ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ലാമി. ട്രെയിന് എവിടെ എത്തിയെത്തിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ്. കൊറേ നേരമായി ലാമിക്ക് വേണ്ടി കാറിൽ പോകണ്ട, ലാമിക്ക് ട്രെയിൻ മതി പറഞ്ഞാൽ അങ്ങനെ പോവാ. എന്തേ ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ്. ഇപ്പൊ ചെറിയൊരു ഷൂട്ടിലാ. റെയിൽവേ സ്റ്റേഷന്റെ പ്രൊമോഷനാണ് ഗൈസ്. ഇല്ല ലാമി, യെസ് ലാമിയ താത്തന്റെ ട്രെയിൻ വന്നു ഗൈസ്. ബൈ ബൈ ഗൈസ്, ട്രെയിൻ വന്നു ഗൈസ്. മാറുന്ന അപ്പൊ ഗൈസ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അതെ, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. എനിക്ക് നല്ല ക്ഷീണുണ്ട്. ഭയങ്കര ക്ഷീണമാണ്. പയമ്പൂരി വീഡിയോ ഞങ്ങൾക്ക് നേരത്തെ നോമ്പൊക്കറിയില്ല. ബാവന്റെ അമ്മ കാണുകയാണെങ്കിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഒരു നോമ്പ് നോറ്റു എന്നാ പറയാ. യാത്രയിൽ നോമ്പ് നോക്കാൻ പാടില്ല, അതാണോ എന്റെ പോളിസി. പിന്നെ അതുപോലെ എന്താണ് നീക്കാത്തൊരു നോമ്പ് എടുക്കാൻ പാടില്ല. ആശിക്കാന്റെ ചിരി, കക്ക ചിരി. ആശിന്റെ ചിരി ഞാൻ അനുകരിച്ചു തരാം. ഇത് വേറെ അല്ല ഡ്യൂപ്ലിക്കേറ്റ്. ഫൈനൽ വീഡിയോ ഇച്ചിട്ട് കണ്ണൂർ ഹായ് പറയട്ടെ. കണ്ണൂർ എത്തിക്കണം. കുറെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കണ്ണൂർ ഭാഗത്ത്. ഇപ്പൊ തന്നെ വട പോയി നിന്നിട്ട് വേണ്ടിട്ട് നോമ്പ് പോയിട്ട് ഭയങ്കര ചൂടാട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല അല്ലേ നാമി. നോമ്പ് നോറ്റൊക്കെ വരിക ടാസ്ക്കാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ വേറെ വിശേഷം കാട്ടെ. ഞങ്ങളിപ്പോ ഇവിടുന്ന് ഓട്ടോ പിടിച്ചു പോകണം. ഞങ്ങൾ കാറിൽ ഇനി വരാൻ നിന്നു, പക്ഷെ നടക്കില്ല. ഈ ടാസ്ക് ഡ്രൈവിനൊക്കെ പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം പെരുന്നാളൊക്കെ വരുന്നത്. പിന്നെ മെയിൻലി ഇവർക്ക് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ കാറ് റെയിൽവേയിൽ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോ മൂറ്റു കണ്ണൂർ അല്ലേ. ലോകമേ ചേച്ചിമാരെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു.
അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, പാവങ്ങളാണ്. പക്ഷെ അതല്ല, നോമ്പ് നോറ്റാണ് എന്റെ പാവ ആശിക്ക. ഇവിടെ നോമ്പോക്കാത്ത കള്ളനാണ്. എനിക്ക് നോമ്പില്ല, എനിക്ക് നോമ്പില്ല, വാവക്ക് നോമ്പില്ല ഗൈസ്. എല്ലാരും കേട്ടോളി, വാവക്ക് നോമ്പില്ലേ? ജാസ്മിക്ക് ബാലു വർഗീസ്. അപ്പോൾ ഗായ്സ് ഞങ്ങളിപ്പോഴും കണ്ണൂരിലാണ്. അപ്പോൾ സമയം എത്രയായി? 8 മണിയായി. നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ അപ്പം ഇനി നാട്ടിലേക്ക് തിരിച്ചാണ്. 9 മണിക്കാ ട്രെയിന്. വാ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇവിടേക്ക് ഒരു ചെറിയൊരു പ്രൊമോഷനാണ് കേട്ടോ. ബോധീസ് ഈ ഷോപ്പിൻ്റെ കണ്ണൂരിലവരൊക്കെ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കാഞ്ഞങ്ങാടും ഉണ്ട്, കാലിക്കറ്റ് ഹൈലൈറ്റിലും വരുന്നുണ്ടല്ലേ. സലൂണാട്ടാ, ഡബിളൊക്കെ കാട്ടിണ്ടല്ലേ ഓളയർ. പാവലാമി ബപ്പുവാ. ഞങ്ങൾ ആകെ ഒരു വെള്ളം കുടിച്ച് നോമ്പറന്നല്ലേ. ഇനി ഞങ്ങൾ നേരെ പോവാണ് ഗായ്സ്. വാവേ പോവാ. അപ്പൊ ഗായ്സ് ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് ഗായ്സ്. നാട്ടിലേക്ക് റിട്ടാണ് പോവാണ്. ലാമി ഫുൾ കുറച്ച് 2-3 ദിവസമായിട്ട് ഫുള്ളും ഓട്ടവും ചാട്ടവും മാത്രമേ. ഓട്ടം ചാട്ടല്ല, കുറച്ച് ബിസിനും. അത് ഇൻഷാല്ലാ. അപ്പം അതെ, എല്ലാവർക്കും അഡ്വാൻസ് ചെയ്ത ആശംസകൾ. സൈഡിലിങ്ങനെ നിൽക്കരുത് എന്ന് ഒരു വാണിംഗ് ആട്ടത്. ഇരിക്കാണ് ഗൈസ്, ഇരിക്കാണ്. വാവക്കാക്കൊക്കെ ക്ഷണിച്ചു. കാലൊക്കെ വരുത്താണ്ട് ഗായ്സ്. സീറ്റ് ഇല്ലാത്തോണ്ട് സ്ലീപ്പറിൽ ബുക്ക് ടിക്കറ്റ് എടുക്കാണ്ട് ഇങ്ങനെ വന്ന് അനുഭവമുള്ളവരെല്ലാരും കമന്റ് ചെയ്യാം. എത്ര പോകിയൊക്കെ ടി ആയിരുന്നതാ. ലാസ്റ്റ് വണ്ടി ഡ്രൈവറിന് കോ പൈലറ്റിന്റെ അടുത്ത് എത്തി. ലാസ്റ്റ് കോ പൈലറ്റ് ഇവിടെ ബാക്കൊക്കെ ആട്ടി. വരുമ്പോ മാറി കയറാം. അങ്ങനെ നമ്മള് കോഴിക്കോട്ടേക്കൊക്കെ എത്തി. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊക്കെ ഓഫായി. ഇപ്പോഴെ ചാർജൊക്കെ ഓണാണ് വണ്ടിയിലെത്തിയിട്ട്. അപ്പോൾ അതപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയോണ്ട് കേട്ടാ. അപ്പോൾ ഇതാ ലാമി ഉണ്ട്. ലാമിയൊക്കെ ആകെ കുഴങ്ങിക്കണ് ഇല്ലേ ലാമി? ക്ഷീണിച്ചോ? ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ നമ്മളെ കണ്ണൂർ വിശേഷം, ഒരു ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രേൻ്റെ വിശേഷത ഇവിടെ തീരെയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.